എപ്പിസോഡ് 1 പാർട്ട് 2 സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ജോക്കർ ക്ലബ്ബിൽ നിന്ന് തിരിച്ച് നടന്നു പോകുന്നതാണ്. ആ സമയം ഒരു പെൺകുട്ടി ജോക്കറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, കുറച്ച് കള്ളന്മാർ എൻ്റെ അടുത്തേക്ക് വരുവാണെന്ന് പറയാണ്. ജോക്കർ നോക്കിയപ്പോൾ മാസ്ക് ധരിച്ച 3 പേർ അങ്ങോട്ടേക്ക് വരാണ്. ജോക്കർ അവരോട് നിങ്ങൾക്ക് എൻ്റെ ശവത്തിൽ ചവിട്ടിട്ട് മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള രീതിയിൽ ഭയങ്കര മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ആ സമയം അവർ ജോക്കറിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതേ ടൈമിന് ജാക്കിനെ കാണിക്കുമ്പോൾ അവൻ ജോക്കർ ഇരുന്ന ആ സീറ്റിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവനെ കാണാത്തത് കൊണ്ട് തന്നെ ജോക്കർ ഇതെവിടെ പോയി, അവൻ തിരിച്ചു പോയോ എന്നിങ്ങനെ നോക്കുകയാണ്. ജോക്കറിനെ വീണ്ടും കാണിക്കുന്ന സമയത്ത് ജോക്കറിനെ അടിക്കാൻ റെഡിയായിട്ട് ആ 3 പേര് നിൽക്കുകയാണ്. ഈ സമയം ജോക്കർ പെട്ടു എന്നുള്ള അവസ്ഥയിൽ നിന്നിട്ട് ആ പെൺകുട്ടീനെ അവരുടെ കൈ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. എന്നാൽ പെൺകുട്ടി ഇത്ര പെട്ടെന്ന് നീ എന്നെ വിട്ടുകൊടുക്കണോ, എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും ജോക്കറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജോക്കർ ഒരു അടവ് പ്രയോഗിക്കുകയാണ്. ജോക്കർ ആ കള്ളന്മാരോട് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാനാ വിധിയെന്ന് തോന്നുന്നു, ഞാനിന്ന് തേക്ക് വൂണ്ടു, അതായത് കരാട്ടെ പോലുള്ള ഒരിതാണ്, അതിൽ സെലക്റ്റഡ് ആയതേ ഉള്ളൂ, നിങ്ങളെ ഞാൻ അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് ഫോണിലൂടെ ഇവിടെ ഞാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ 3 പേര് വന്നു, ഇവർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്ന് തോന്നുന്നു, നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വാ, നമ്മൾ എത്ര പേരാണ് ടോട്ടലുള്ളത്, 22 പേരല്ലേ, എങ്കിൽ എല്ലാവരും വേഗം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയാണ്. ഇത് കേട്ടോണ്ടിരുന്ന കള്ളന്മാർക്ക് ഇവനാണെങ്കിൽ ശരിക്കും ഒരു ടേക്ക് വൂണ്ട് ടീമിലുള്ള പയ്യനാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ്റെ കയ്യിൽ അടിയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഈ സമയം അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ കൂടെ. അപ്പോൾ അവൻ ഇങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേക്ക്, ഞാനാണെങ്കിൽ എൻ്റെ കിക്കൊക്കെ ഇവിടെ പ്രയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് യുവമാരെയൊക്കെ ഒന്ന് വരട്ടിയ ശേഷം നമ്മുടെ ജോക്കറാണെങ്കിൽ പെൺകുട്ടീനെ കൊണ്ട് പോകാനായി നിൽക്കുകയാണ്. എന്നാൽ ആ സമയം കള്ളന്മാരവനെ തടഞ്ഞിട്ട് ടേക്ക് ബോണ്ടുവിന് അതിന് കിക്കൊന്നും ഇല്ലല്ലോ, നിനക്ക് തെറ്റിപ്പോയി എന്ന് പറയാണ്. ജോക്കറിന് മനസ്സിലായി അവൻ്റെ അട അവിടെ പൊളിഞ്ഞു പോകുന്നു. അങ്ങനെ ജോക്കർ പതുക്കെ അവൻ്റെ അടുത്ത് നിന്ന് ആ പെണ്ണിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്യാം, ഞാൻ 3 വരെ എണ്ണും, അപ്പോഴത്തേക്കും സ്പീഡിന് എൻ്റെ കൂടെ ഓടിക്കോണമെന്ന് പറയാണ്. അവൾ സമ്മതിക്കുന്നുണ്ട്. ഇവ 1 എന്ന് പറഞ്ഞതും ഇവളങ്ങ് ഓടുവാണ്. ആ സമയം അവൻ ഇപ്പോഴേ ഓടുവാണോ, എന്നെ നീ ഇവിടെ ഒറ്റയ്ക്കാക്കി കുടുക്കിയിട്ട് പോയല്ലേ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ ഈ 3 കള്ളന്മാരുടെ ഇടയിലാവുകയാണ്. ഇതേ സമയം കണ്ട് ആ 3 പേരിൽ 2 പേര് ആ പെൺകൊച്ചിനെ പിടിക്കാനായിട്ട് അവളുടെ പുറകെ പോകുന്നുണ്ട്. ഒരാൾ നമ്മുടെ ജോക്കറായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ട് നീ ഭയങ്കര ഫൈറ്റർ എന്നൊക്കെയല്ലേ പറഞ്ഞിട്ട് നിൻ്റെ ഫൈറ്റ് ചെയ്യാൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണ്. നമ്മുടെ ജോക്കറിന് ഒരു അടി പോലും അടിക്കാൻ പറ്റുന്നില്ല, അതിനുമേ തന്നെ അവരടിച്ചിടുന്നുണ്ട്. ഇതേ സമയം പെൺകുട്ടീനെ കാണിക്കുമ്പോൾ ഇവൾ ഓടുന്ന സമയത്ത് വന്ന് വീഴുവാണ്. ആ നേരം കൊണ്ട് തന്നെ ആ കള്ളന്മാർ അവളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പെട്ടു എന്നുള്ള അവസ്ഥയായിട്ട് അവരുടെ അടുത്ത് പ്ലീസ് എന്നെ വെറുതെ വിടണമെന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ടൈമിന് ജാക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് അവരുമായിട്ട് ഫൈറ്റ് നടത്താണ്. അവൻ പിന്നെ നാഷണൽ ടീമിലൊക്കെ കയറാൻ നിൽക്കുന്ന പയ്യനായതുകൊണ്ട് തന്നെ അവൻ ഈ ഫൈറ്റും സംഭവങ്ങളെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവനാണെങ്കിൽ വന്നിട്ട് അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടീനെ രക്ഷിക്കുന്നുണ്ട്. അവളുടെ പേര് റോസ് എന്നാണ്. നമ്മുടെ ജാക്കിനെ കണ്ടപ്പോഴേ റോസിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വരികയാണ്. റോസിന് ജാക്കിനെ കണ്ടപ്പോൾ തന്നെ പിന്നെ ഫുൾ അവനെ തന്നെ അങ്ങ് നോക്കിയിരിക്കുന്നുണ്ട്. ഇതേസമയം ജാക്ക് ടെൻഷനായിട്ട് നീ ഓക്കെ ആണോ, എന്ത് പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവളില്ലാന്ന് പറഞ്ഞിട്ട് ഇവനെ തന്നെ നോക്കുന്നുണ്ട്. അതിനുശേഷം ജാക്ക് നേരെ ജോക്കറിൻ്റെ അടുത്തോട്ടില്ലാണ്. ഇതേ സമയം ജോക്കറിനെ അടിച്ചൊരു പരുവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്ക് അയാളെ അടിച്ചിട്ടുണ്ട് നമ്മുടെ ജോക്കറിനെ ഹെൽപ്പ് ചെയ്യാണ്. ഈ സമയം നമ്മുടെ ജോക്കറിന് നെറ്റിയൊക്കെ മുറിഞ്ഞ് ബ്ലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ജാക്ക് ജോക്കറിൻ്റെ അടുത്ത് നീ ഓക്കെ ആണോ ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് റോസ് വന്നിട്ട് ആ ഞാൻ ഓക്കെ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ജോക്കർ റോസിനെ ഇങ്ങനെ നോക്കുകയാണ്. നമ്മുടെ ജോക്കറിൻ്റെ മനസ്സിൽ കൂടെ നീ എന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞവളല്ലേടി, എന്നിട്ടാണ് നീ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ജോക്കർ അവളെ നോക്കുന്നത്. ഈ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ അവളെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവനാണെങ്കിൽ പിന്നെ ജോക്കറിൻ്റെ അടുത്ത് നീ ശരിക്കും ഓക്കെ ആണോ, ഫൈറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനും അടി ഉണ്ടാക്കി ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട് കർച്ചീഫൊക്കെ വെച്ചിട്ട് ആ ബ്ലഡൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം റോസ് ആണെങ്കിൽ എന്നെ ആർക്കും മൈൻഡൊന്നും വേണ്ട, എന്നാലും കുഴപ്പമില്ല, ഞാൻ പിന്നെ ഇടയ്ക്ക് സംസാരിക്കുന്ന രീതിയിൽ അവൾ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവരിങ്ങനെ നടന്നു പോവുകയാണ്. തിരിച്ച് നടന്നു പോകുന്ന ടൈമിൽ നമ്മുടെ റോസ് ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, എൻ്റെ അച്ഛൻ ഭയങ്കര റിച്ചായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനും പൈസ ചോദിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്നെ പുറത്ത് വിടാറില്ല, എപ്പോഴും എന്നെ ഒരു ബോഡി ഗാർഡിൻ്റെ കൂടെ അയക്കാൻ നിൽക്കും. പക്ഷേ എനിക്ക് ബോഡി ഗാർഡ് വേണമെന്ന് ആഗ്രഹമില്ല, കാരണം എനിക്കൊരു ഫ്രീഡം ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറക്കി പോയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ ടൈമിന് ഇതൊന്നും തന്നെ അവർ 2 പേരും കേൾക്കുന്നില്ല. കാരണം അവർ 2 പേരും അവരുടേതായ ലോകത്തിൽ നമ്മുടെ റോസിൻ്റെ പുറകെ ഇത് സംസാരിച്ച് അവരുടെ വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ വരാണ്. അത് മനസ്സിലായപ്പോൾ റോസാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അവർ പെട്ടെന്ന് ആ കേൾക്കുന്നുണ്ട്, നീ എന്തിനാ നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് എന്നിങ്ങനെ ജോക്കർ ചോദിക്കുകയാണ്. ആ സമയം അവളാണെങ്കിൽ അത് പിന്നെ എനിക്ക് ഈ ലോകം മൊത്തം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, എനിക്ക് സാധാരണക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയണം, അവരെക്കുറിച്ച് മനസ്സിലാക്കണം, അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇഷ്ടമുള്ള സംഭവമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന നമ്മുടെ ജോക്കറാണെങ്കിൽ അതൊക്കെ ജാക്കിൻ്റെ അടുത്ത് ഇവക്കെന്നെ വട്ടായി തലക്കേൽ അടിയും കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജാക്ക് എന്തോ അറിയത്തില്ല, കണ്ടിട്ട് അത് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയാണ്. ഈ സമയം നമ്മുടെ റോസാണെങ്കിൽ അവർ തിരിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ജാക്കാണെങ്കിൽ
നേരത്തെ ബാറിൽ വെച്ചിട്ട് നമ്മുടെ ജോക്കറാണെങ്കിൽ കാർബണിൻ്റെ പേഴ്സ് മോഷ്ടിച്ചിട്ട് അതിൽ നിന്ന് തന്നെ അവൻ്റെ ബില്ലടച്ചിട്ട് ആ പേഴ്സ് അവിടെ വച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നേനെ. എടുത്തുകൊണ്ട് വന്നിട്ട് അത് നമ്മുടെ ജോക്കറിൻ്റെ പേഴ്സാണെന്ന് എഴുതിയിട്ട് ഇപ്പോൾ നമ്മുടെ ജോക്കറിനെ തിരിച്ചു കൊടുക്കുകയാണ്. ആ സമയം ജോക്കർ ദൈവമേ മോഷ്ടിച്ച സാധനം എൻ്റെ തന്നെ തിരിച്ചു തരാണല്ലോ, ഞാൻ പിടിക്കപ്പെടുമല്ലോ എന്നുള്ള രീതിയിൽ ഇവനാണെങ്കിൽ അത് പതുക്കെ തിരിച്ചുകൊണ്ടൊക്കെ വാങ്ങുന്നുണ്ട്. ഈ സമയം റോസ് ആണെങ്കിൽ ജാക്കിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് സംസാരിക്കാൻ അത്ര രസമില്ല, ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ ഫോൺ നമ്പർ ചോദിക്കുക, അപ്പം പിന്നെ ഞാൻ എൻ്റെ നമ്പർ നിനക്ക് തരാം, എങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാമല്ലോ എന്ന് പറയാണ്. ജാക്കപ്പോൾ ഒരു പിടുത്തവും കിട്ടാതെ ഞാൻ നിൻ്റെ നമ്പർ ചോദിക്കണോ എന്നുള്ള രീതിയിൽ നിന്നിട്ട് ആ ഓക്കെ ഓക്കെ ചോദിക്കുക എന്നുള്ള രീതിയിൽ അവൻ്റെ ഫോണാണെങ്കിൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ റോസാണെങ്കിൽ ഇതിനുവേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അവളപ്പം തന്നെ നമ്പർ ഇങ്ങനെ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ ടൈമിനാണ് അങ്ങോട്ടേക്ക് ഒരു ടാക്സി വന്നത്. ജോക്കർ ഇവരുടെ ഇടയിൽ നിന്നില്ല, അവനപ്പം തന്നെ ആ ടാക്സി കയറി പോവുകയാണ്. അവനിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ജാക്ക് അവൻ പോയെന്നുള്ള ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജാക്കാണെങ്കിൽ അയ്യോ പോയി, അവൻ്റെ പേര് പോലും ചോദിച്ചില്ലല്ലോ എന്ന് പറയാണ്. ആ സമയം റോസിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എൻ്റെ പേര് റോസ്, നൈസ് ടു മീറ്റ് യു എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ ആ ഓക്കെ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അതേ ടൈമിലാണ് നമ്മുടെ റോസിൻ്റെ ബോഡി ഗാർഡ്സായിട്ടുള്ള ആൾക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ട് റോസിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നത്. റോസിൻ്റെ അച്ഛൻ ഭയങ്കര റിച്ചായിട്ടുള്ള ആ ഒരു നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം റോസിൻ്റെ ബോഡി ഗാർഡ്സ് പോവാൻ മേഡം എന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് തന്നെ റോസാണെങ്കിൽ നമ്മുടെ ജാക്കിനോട് താങ്ക്സും പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് മെസ്സേജ് ഇടാം, കോൺടാക്റ്റ് തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജാക്കാണെങ്കിൽ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് അവനും ചെറിയ മുറിവുകളുണ്ടായിരുന്നു ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ. അങ്ങനെ എൻ്റെ മുത്തശ്ശി അതിന് മരുന്ന് വെച്ച് കൊടുത്തിട്ട് ഈ മാസം മൊത്തം നിനക്ക് അടിയും പിടിയൊക്കെ ആണല്ലോ, അടുത്ത മാസം ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇവൻ ഇതൊന്നും കാര്യമാക്കാതെ കളിച്ച് ചിരിച്ച് തമാശയായിട്ട് ഇതൊക്കെ എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ഇതെന്നെ ഒന്ന് ശരിയാക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഞാൻ വെറുതെ പറഞ്ഞതാ, പിന്നെ എനിക്കിപ്പോഴാണ് മനസ്സിലായത് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്ത് ഫൈറ്റൊക്കെ ചെയ്തൊരു ഹീറോ ആയപ്പോൾ ഇത്രയും സന്തോഷം കിട്ടുന്നതിന് ഒട്ടും വിചാരിച്ചില്ല. ഹീറോ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ ആളാവണമെന്നില്ല, ധൈര്യം മാത്രം ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ തന്നെ മുത്തശ്ശി ഞാനൊരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു എന്ന് അവൻ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പറയണം. ആ സമയം മുത്തശ്ശി സ്കൂളോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇവിടെ ബെഞ്ച് കിടക്കും, ഇവിടെ 6 സീറ്റ് കാണും, എന്താ ഇവിടെ ബ്ലാക്ക് ബോർഡിൻ്റെ അവിടെ ഞാൻ നിന്ന് പഠിപ്പിക്കും. മുത്തശ്ശിക്ക് അതുപോലെ തന്നെ മുത്തശ്ശിയുടെ കടയാണെങ്കിൽ എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഇടാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവൻ്റെ മുത്തശ്ശിയാണെങ്കിൽ ആക്ച്വലി ഡംപ്ലിംഗ് എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുഞ്ഞ് കച്ചവടം ചെയ്യുന്ന ഒരു കുഞ്ഞ് കടയൊക്കെ ഇട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു മുത്തശ്ശിയുടെ കട അവൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഇടാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. മുത്തശ്ശി ആ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോക്കർ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ ടൈമിന് അവനാണെങ്കിൽ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വീട്ടിലേക്ക് കയറുമായിരുന്നു. പക്ഷേ അവൻ്റെ അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അവനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ അവനെ കണ്ടതും അവൻ്റെ മുഖത്തുള്ള മുറിവൊക്കെ ശ്രദ്ധിച്ചിട്ട് നിൻ്റെ മുഖമൊക്കെ എന്നാൽ മുറിഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോക്കർ ഞാനൊന്ന് വീണതാണെന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാതെ എന്ത് കാരണം ഉണ്ടാക്കിയിട്ടാണ് വന്നേക്കുന്നത്, ഇനി എന്താ ചെയ്തത്, ഞാനെന്താ പൊട്ടനാണെന്നാണ് നിൻ്റെ വിചാരം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവനാണെങ്കിൽ അത് പിന്നെ ഒരു ലേഡീനെ കുറച്ച് കള്ളന്മാരെ ഫോളോ ചെയ്തപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛനാണെങ്കിൽ നീ കുടിച്ചിട്ടുണ്ടോ, കുടിച്ചിട്ട് ബാറിൽ ഉണ്ടാക്കിയിട്ട് ഈ കള്ളക്കാർട്ടൂൺ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കാണോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ വിശ്വസിക്കത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത് ചോദിച്ചെന്നുള്ള രീതിയിൽ ജോക്കർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ സമയം അച്ഛൻ അപ്പോൾ ശരിക്കും ഒരു ലേഡീനെ ഹെൽപ്പ് ചെയ്തതാണോ, എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല, നീ എന്തിനാ സ്വയം ഇങ്ങനെ നിൻ്റെ ജീവൻ അപകടത്തിലാക്കുന്നത്, എന്തിനിങ്ങനെ ഹീറോ ആവാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്രയും മോശമായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ മറ്റന്ന് നിനക്കൊരു ഇൻ്റർവ്യൂ ഉള്ളതാണ്, അതുവരെയെങ്കിലും ആ ഇൻ്റർവ്യൂ കഴിയുന്നവരെയെങ്കിലും നിനക്കൊന്ന് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റത്തില്ലേ, റൂമിലോട്ട് കയറിപ്പോ, നിൻ്റെ അനിയൻ നിനക്ക് മുറിവിലൊക്കെ മരുന്ന് വെച്ചിരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ അപ്പോൾ ഞാനൊരാളെ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾക്ക് എത്ര മോശമായിട്ടുള്ള കാര്യമാണല്ലേ, ശരി എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ റൂമിൽ കയറി പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജോക്കറാണെങ്കിൽ പുതിയൊരു കോസ്റ്റ്യൂമിൽ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് അടുത്ത മോഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. അവനിപ്പോൾ ഒരു ബാങ്കിലാണ് വന്നേക്കുന്നത്. അവനങ്ങനെ ബാങ്കിൽ ഭയങ്കര സ്യൂട്ട് കേസൊക്കെ പിടിച്ച് ഭയങ്കര സ്റ്റൈലിലൊക്കെ വന്നിട്ട് സെക്യൂരിറ്റി അവിടെ എത്തിയപ്പോഴത്തേക്കും സെക്യൂരിറ്റി ഹലോ സാർ ഞാൻ എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അവനാണെങ്കിൽ എന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചിട്ടുള്ള പുതിയ മാനേജറാണ് ഞാനിവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയാണ്. ആ സമയം സെക്യൂരിറ്റി പക്ഷേ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നിങ്ങൾ വരുന്ന കാര്യം അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അവരുടെ അടുത്ത് പറയാതെ തന്നെ ഞാനാണ് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം സെക്യൂരിറ്റി വിശ്വസിക്കാതെ നിന്നപ്പോൾ നമ്മുടെ ജോക്കറാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ആളടുത്ത് പെരുമാറുന്നത്, നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സിനെ അറിയിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സെക്യൂരിറ്റി ശരിക്കും പേടിച്ചിട്ട് അവൻ ശരിക്കും പുതുതായിട്ട് വന്ന മാനേജറാണെന്ന് വിശ്വസിച്ചിട്ട് ഹലോ സാർ അങ്ങനെയൊന്നുമില്ല സാർ അകത്തേക്ക് വാങ്ങാൻ പറഞ്ഞിട്ട് അവരകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം അവൻ നോക്കിയപ്പോൾ ഒരു സ്റ്റാഫാണെങ്കിൽ അവരുടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എന്തോ ചെയ്തുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോക്കർ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സെക്യൂരിറ്റി ആ ലേഡിയുടെ അടുത്ത് ഇതാണ് പുതിയ മാനേജറെന്നും പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റാഫ് ഹലോ സാർ അത് പിന്നെ ഞാൻ അറിയാതെ ഒരാൾക്ക് അയക്കേണ്ട ക്യാഷ് എമൗണ്ട് അല്ല മറ്റൊരു കസ്റ്റമറിന് അറിയാതെ അയച്ചു പോയി, ഇപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കർ കുഴപ്പമില്ല ഞാൻ ഹെൽപ്പ് ചെയ്യാം, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം,
പക്ഷേ ഈ ബാങ്കിൻ്റെ സെക്യൂരിറ്റി പാസ്വേഡ് ഒന്ന് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡി മടിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് മാനേജറാണെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ലേഡി സെക്യൂരിറ്റി പാസ്വേഡ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ലേഡി സീറ്റിൽ നിന്ന് മാർക്ക് കൊടുത്തപ്പോൾ അവൻ ആ കമ്പ്യൂട്ടറിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആ ലേഡിനെ എനിക്കൊരു കോഫി വാങ്ങിച്ചു തരുമെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നുണ്ട്. സെക്യൂരിറ്റീനെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വർക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞു വിടാണ്. എന്നിട്ട് അവൻ ആ കമ്പ്യൂട്ടറിൽ സെക്യൂരിറ്റി പാസ്വേഡ് വെച്ചിട്ട് ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള സെർവറിലിട്ട് കയറുന്നുണ്ട്. അങ്ങനെ അവൻ ചെക്ക് ചെയ്ത് തുടങ്ങിക്കുന്ന നേരത്ത് പിന്നെയും ആ പോയിട്ടുള്ള സ്റ്റാഫായിട്ടുള്ള ലേഡി വന്നിട്ട് അല്ല സാർ ഞാൻ ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് ടൈപ്പ് കോഫിയാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ അമേരിക്കാനോ മതി എന്ന് പറയാണ്. അതുമേ അവർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എന്താ മധുരം വേണോ വേണ്ടതെന്ന് വെച്ചപ്പോൾ അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം അവർ പോയിട്ട് പിന്നെ വിരിച്ചിട്ടുണ്ട്. വീണ്ടും ചോദിക്കുകയാണ് ഐസ് ഇടണോ അതോ വേറെ രീതിയിൽ വേണമെന്ന് ചോദിച്ചപ്പോൾ ഐസ്ഡ് മതി എന്ന് പറയാണ്. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർ ലാസ്റ്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന ടൈമിന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ലോണിന് അപേക്ഷിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ അയാളെ കാണാൻ നന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് പോകുന്നുണ്ട്. എന്നാൽ ഇവന് എതിർക്കാൻ പറ്റുന്നില്ല, കാരണം ഇവനാണെങ്കിൽ ഇവിടെ മോഷ്ടിക്കാൻ വന്നതാണല്ലോ, വേറെ ആളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ പെട്ടിരിക്കുകയാണ്. അന്ന് നോക്കിയപ്പോൾ മറ്റാരുമല്ല, അത് നമ്മുടെ ജാക്കാണ്. ജാക്കിനെ കണ്ടതും ജോക്കർ പിന്നെയും കെട്ടുന്നുണ്ട്. പക്ഷേ ജാക്കാണെങ്കിൽ ജോക്കറിനെ കണ്ടിട്ട് ഹാപ്പി ആയിട്ടു. ഓ നിങ്ങൾ ഇവിടെ വെച്ച് കാണുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അപ്പം നിങ്ങളൊരു ബാങ്ക് മാനേജറാണല്ലേ, എന്നിട്ടാണല്ലേ ഇന്നലെ അവിടെ ബാറിലൊന്ന് വിഷമിച്ചിരുന്നത്, കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ലോണിന് വേണ്ടി വന്നതാണ്, ഞാൻ ലോൺ അപേക്ഷിക്കുന്നത് ഈ ഒരു പ്ലാനിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു പേപ്പറൊക്കെ കൊടുത്തിട്ട് അവൻ്റെ പ്ലാൻ എന്താണെന്ന് പറയാണ്. അതായത് അവൻ്റെ സ്ഥലത്ത് ഒരു സ്കൂൾ വേണം. ജാക്ക് കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. അതുകൊണ്ട് തന്നെ അവന് പിന്നെ സ്കൂളിൽ പോയി പഠിക്കാനുള്ള ആ ഒരു സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. എന്നാലും അവനാണെങ്കിൽ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ബുക്കൊക്കെ മേടിച്ച് പഠിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പാർട്ട് ടൈം ജോലി ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ ഒരുപാട് പഠിക്കുമായിരുന്നു. അതേപോലെ തന്നെ അവൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരാളാണ് അയാൾ അവൻ്റെ കോച്ചായി അവനെ ടേക്വോണ്ടൊക്കെ പഠിപ്പിച്ചത്. അങ്ങനെ അവൻ്റെ ആ കഥയൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ സ്ഥലത്തുള്ള കുട്ടികൾക്കെല്ലാം സ്കൂൾ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം അവരാരെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിലല്ലേ അവരുടെ ഫ്യൂച്ചർ നന്നാവുള്ളൂ. അതുകൊണ്ടാണ് ഈ ലോൺ എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയം നമ്മുടെ ജോക്കർ ഇതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിരിപ്പുണ്ട്. ഇതേ സമയം ജാക്ക് ഞാനിവിടെ ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് വന്നു തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, എന്നാൽ എനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റത്തില്ല, എനിക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല എന്ന് കരുതിയിട്ട് എനിക്ക് ഇതുവരെ ഒരു ലോൺ തന്നിട്ടില്ല എന്ന് പറയാണ്. ആ സമയം ജോക്കർ ആക്ച്വലി ഈ ലോൺ തരാൻ ശരിക്കും ബുദ്ധിമുട്ടുള്ളതാണ്, എന്നാലും നമ്മൾ പുതിയതായിട്ട് റിട്ടേൺ ദ സ്മൈൽ പോളിസി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് ഈ ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു പേപ്പറിൽ അവൻ അപ്രൂവൽ സൈൻ ചെയ്ത് കൊടുത്തിട്ട് ജോക്കറാണെങ്കിൽ ഞാൻ പോയി നിനക്കുള്ള ലോണിനുള്ള ക്യാഷ് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് നേരെ അവൻ ഇപ്പോൾ മാനേജറായിട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെ മൊത്തം അവന് ആക്സസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ലോക്കർ റൂമിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ലോക്കറിൻ്റെ പാസ്വേഡ് ഓപ്പൺ ആക്കിയ ശേഷം അവനാണെങ്കിൽ അതിൻ്റെ അതിരുന്ന് മൊത്തം ക്യാഷും എടുക്കുകയാണ്. ഇവൻ ഈ ക്യാഷ് മോഷ്ടിക്കാൻ തന്നെയാണ് വന്നതും. അങ്ങനെ മൊത്തം ക്യാഷ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ജാക്കിന് കൊടുക്കാനുള്ള കുറച്ച് പൈസ ജാക്കിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഇതാ നിൻ്റെ ലോണിൻ്റെ ക്യാഷ്, നിൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത്രയും നാളും ഓടി നടന്നിട്ട് കിട്ടാത്ത സംഭവം ഇപ്പം കിട്ടിയോടെ തന്നെ ജാക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് നമ്മുടെ ജോക്കറിനെ ഹഗ് ചെയ്തിട്ട് താങ്ക് യു സോ മച്ച്, നമ്മളുടെ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല, നിങ്ങളാണ് എന്നെ രക്ഷിച്ച ഒരാൾ, ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ജാക്കാണെങ്കിൽ നമ്മുടെ ജോക്കറിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. കാരണം അവർ നേരത്തെ മീറ്റ് ചെയ്തില്ല, ഇതിൻ്റെ പേര് പരസ്പരം ചോദിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ജോക്കർ എൻ്റെ പേര് ജോക്ക് എന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജാക്കാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും മീറ്റ് ചെയ്ത് സംസാരിക്കണം, മിണ്ടണം എന്നൊക്കെയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാമെന്നും പറഞ്ഞ് ജാക്കാണെങ്കിൽ അവിടെ ഇരുന്നൊരു പേപ്പറിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതാണ്. അങ്ങനെ നമ്പർ എഴുതി അവനാണെങ്കിൽ നോക്കിയപ്പോൾ നമ്മുടെ ജോക്കർ അവിടെ ഉണ്ടായിരുന്നില്ല. ജോക്കർ ആ നേരം കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാക്കാണെങ്കിൽ പെട്ടെന്ന് അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. ആ ഒരു ലോൺ അപ്രൂവായി കിട്ടി, ക്യാഷ് കിട്ടിയോണ്ട് ആ സന്തോഷത്തിൽ ഇരുന്നിട്ട് അവൻ ബാങ്കിൽ നിന്ന് കുറച്ചൊന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അവനാണെങ്കിൽ എൻ്റെ മുത്തശ്ശീനെ കോൾ ചെയ്തിട്ട് മുത്തശ്ശി ലോൺ അപ്രൂവായി, നമുക്ക് നമ്മുടെ കടമൊക്കെ തീർക്കാം, ആഗ്രഹം പോലെ തന്നെ ജീവിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ ടൈമിനാണ് അവിടെ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി വരുന്നത്. നമ്മുടെ ജാക്കിന് ആ സെക്യൂരിറ്റീനെ നന്നായിട്ട് അറിയാം. നമ്മുടെ ജാക്ക് എപ്പോഴും ഈ ഒരു ബാങ്കിൽ വന്ന് പോകുന്നതും ആ സെക്യൂരിറ്റിക്ക് അറിയാം. അപ്പോൾ ഇയാൾ വന്നുകൊണ്ട് തന്നെ നമ്മുടെ ജാക്ക് എനിക്ക് ലോൺ അപ്രൂവായി കിട്ടി, ഇന്നെൻ്റെ വീട്ടിൽ ട്രീറ്റ് ഉണ്ട്, ഫുഡ് കഴിക്കാനായിട്ട് മറക്കാതെ വരണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വൈകുന്നേരം അവനാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് എത്തുന്ന ടൈമിന് അവിടെ ഒരു പോലീസ് വണ്ടി വന്നിട്ട് പോലീസുകാർ നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്തുകൊണ്ട് ജാക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് എന്നെ ചോദിക്കുന്ന സമയത്ത് പോലീസാണെങ്കിൽ അത് പിന്നെ ഇന്ന് ബാങ്കിൽ പൈസ അത്രയും മോഷണം പോയി, അപ്പോൾ നമ്മൾ അന്വേഷിച്ച സമയത്ത് നിങ്ങളുൾപ്പെടെ കുറേ പേർ തന്നെ ആ ഒരു നേരത്ത് മോഷണം പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയാണ്. ആ സമയം ജാക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ
പോലീസുകാർ ഞങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതിട്ടാൽ ഇവൻ്റെ കയ്യിൽ ആ കിട്ടിയ ക്യാഷും ആപ്ലിക്കേഷൻ്റെ ഫോമും എല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇവൻ്റെ കയ്യിൽ ക്യാഷ് ഇരിക്കുന്ന കണ്ടിട്ട് പോലീസുകാർ, അപ്പോൾ നീയാണല്ലേ അത് മോഷ്ടിച്ചത്, നീയാണോ ശരിക്കും ജോക്കർ എന്ന് പറഞ്ഞ ആ ഒരു കള്ളൻ, സത്യം തുറന്നു പറയാനായിട്ട് പറയുന്നുണ്ട്. അതേ ജാക്ക് ഞാനല്ലാന്ന് പറയാണ്. ഇതേസമയം ഇവൻ്റെ കയ്യിരുന്ന് പൈസ കണ്ടിട്ട് മുത്തശ്ശി മോനെ നീയാണ് ചെയ്തതെന്ന് വെച്ചപ്പോൾ സത്യമായിട്ട് ഞാനല്ല മുത്തശ്ശി എന്ന് അവനും പറയുന്നുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ ജോക്കർ പോലീസിൻ്റെ അടുത്ത് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയം അവൻ കറക്റ്റ് നമ്മുടെ ജാക്കിൻ്റെ വീടിൻ്റെ അവിടെ എത്തുവാണ്. അങ്ങനെ അവൻ അവിടെ ഒരു തൂണിൻ്റെ അവിടെ നോക്കുമ്പോൾ പോലീസുകാർ ജാക്കിനെ തെറ്റിദ്ധരിച്ച് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നത് നമ്മുടെ ജോക്കർ കാണുകയാണ്. ഇതേ സമയം ജാക്കാണെങ്കിൽ ഇത് ഞാനല്ല ചെയ്തത് സാർ, മുത്തശ്ശി വിഷമിക്കരുത്, ഇത് ഞാനല്ല ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം മുത്തശ്ശി എനിക്കറിയാം മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി വിഷമിക്കുകയാണ്. ഇതേ ടൈമിന് പോലീസുകാർ പക്ഷേ എനിക്കൊരു നടത്തിയേ പറ്റുള്ളൂ, ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിന് അവിടെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ജാക്കിനെ പോലീസുകാർ കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെ നിന്ന് കരയുവാണ്. ഇതിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജോക്കറാണെങ്കിൽ ഞാൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞാൻ അവനെ പൈസ കൊടുത്തുകൊണ്ടാണല്ലോ അവനെ തെറ്റിദ്ധരിച്ചത് എന്നുള്ള രീതിയിൽ അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം ജോക്കറിനെ കാണിക്കുമ്പോൾ ഇവൻ തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ അവനെ അടിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവനിങ്ങനെ ബാറിൽ പോയിട്ട് ആ പെൺകുട്ടീനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ആ മുറിവുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ നേരം തന്നെ അവൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കഴിയുന്നവരെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന്. എന്നാൽ അവനിപ്പോൾ അവരറിയാത്ത വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഈ മോഷണം ചെയ്തതും ഒക്കെ. അപ്പോൾ അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുന്നത് കണ്ടിട്ടാണ് അവൻ്റെ അച്ഛൻ അടിച്ചത്. ഇതേ ടൈമിന് അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് അവൻ്റെ അമ്മ നിനക്ക് എവിടെ നിന്ന് ഈ ഡ്രസ്സൊക്കെ കിട്ടിയത്, വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അവൻ ഇനിയും നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ മുട്ടുകുത്തി നിന്നിട്ട് കൈയൊക്കെ കൂപ്പിയിട്ട് സോറി പറയുന്ന പോലെ കാണിച്ചിട്ട് ഐ എം സോറി, എനിക്ക് നിങ്ങൾ വിചാരിച്ച പോലെ ഒരാളാവാൻ പറ്റിയില്ല, നിങ്ങൾ വിചാരിച്ച വേറെ നിലയിലെത്താൻ പറ്റിയില്ല, ഞാനെപ്പോഴും ഇതിലൊന്നും നല്ലതേ ആയിരുന്നില്ല, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഹീറോ ആവാൻ നോക്കിയ ഒരു കള്ളൻ മാത്രമാണ്, ഞാനാണെങ്കിൽ വളരെ വലിയ തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ നീ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് ചുമ്മാ ഇവിടെ കിടന്ന് എന്തെങ്കിലും പറയാതെ മര്യാദയ്ക്ക് ഈ വീട്ടിനകത്ത് കയറിപ്പോയി നാളത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി റെഡിയാവാൻ പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇനിയും നടക്കത്തില്ല അച്ഛാ, ആദ്യമേ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായില്ല, ഞാൻ കാണിച്ച ആ എക്സാം റിസൾട്ട് ഫേക്കാണ്, അത് ഞാൻ ഉണ്ടാക്കിയതാണ്, പണ്ടോട്ടെ കള്ളത്തരത്തിലും മോഷണത്തിലും മാത്രമായിരുന്നു ഞാൻ നന്നായിട്ടുണ്ടായിരുന്നത്, ഞാനിപ്പോൾ ഒരു ബാങ്ക് മോഷണം നടത്തിയെന്ന് പറയാണ്. അതേ ടൈമിന് കറക്റ്റ് അങ്ങോട്ടേക്ക് പോലീസ് വരുന്നുണ്ട്. ആ സമയം ഇതൊക്കെ കേട്ടിട്ട് അവൻ്റെ അച്ഛനാണെങ്കിൽ നീ എൻ്റെ അടുത്തൊക്കെ ചുമ്മാ പറയുന്നല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അല്ല അച്ഛാ, ഞാൻ ശരിക്കും മോഷണം നടത്തി, ഞാനത് പോലീസിൻ്റെ അടുത്ത് തുറന്ന് പറയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതെന്തായാലും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ജോക്കർ എന്ന് പറയുന്ന കള്ളൻ ആരാന്ന് ചോദിച്ചപ്പോൾ ജോക്കർ പതുക്കെ അവനെ 2 കൈ ഉയർത്തി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അവൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും ഷോക്കാവുന്നുണ്ട്. ജോക്കർ അതേസമയം പോലീസുകാരെടുത്ത് സെക്കൻഡ് ഫ്ലോറിൽ എൻ്റെ റൂമിൽ ഇതിനെതിരെയുള്ള എല്ലാ തെളിവുകളും ഉണ്ടെന്ന് പറയാണ്. ആ സമയം പോലീസുകാർ നിൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സ് അവരുടെ അടുത്തും കൂടെ സറണ്ടർ ആവാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ജോക്കർ എനിക്ക് ടീമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇതേസമയം ജാക്കിനെ കാണിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ജോക്കർ കളനാണെന്ന് മനസ്സിലായി ജോക്കറിനെ ഇപ്പോൾ പിടിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കിനെ തിരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാക്കിപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ മുത്തശ്ശിയോട് ഇരുന്നപ്പോൾ മുത്തശ്ശി ശരിക്കുള്ള കളനെ പിടിച്ചല്ലോ, അപ്പം നീ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയാണ്. ആ സമയം കറക്റ്റ് അവരുടെ ഡോറിൽ ആരോ തട്ടുകയാണ്. തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ജാക്കാണെങ്കിൽ കടം കൊടുത്ത് തീർക്കാനുള്ള ആളായിരുന്നു അയാളെ നമുക്കിപ്പോൾ ബോസ് എന്ന് വിളിക്കാം. കാരണം നമ്മുടെ ജാക്ക് മുത്തശ്ശി എല്ലാവരും അയാളെ ബോസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ബോസ് വന്നുകൊണ്ടേ മുത്തശ്ശി ബോസ് നിങ്ങൾ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ജാക്കും വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബോസാണെങ്കിൽ നിൻ്റെ ഒരു പൈസ കിട്ടിയോ, നിനക്ക് തിരിച്ചടയ്ക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു പൈസ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ബോസ് എങ്കിൽ പിന്നെ നമ്മൾ എഗ്രി ചെയ്ത പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാണ്. ഈ സമയം അവർ എഗ്രി ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ഇത്രയും സമയം കൊടുത്തിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ നമ്മുടെ ജാക്ക് ഈ ബോസിന് വേണ്ടി വർക്ക് ചെയ്യണം, അതായത് ഒരു ഡെപ്റ്റ് കളക്ടറായിട്ട്. ഡെപ്റ്റ് കളക്ടർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ബോസ് വളരെയധികം പൈസയൊക്കെയുള്ള ആൾക്കാർക്ക് കടം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഇതേപോലെ കാണും. അപ്പോൾ ഇയാൾ പൈസ കൊടുക്കുന്ന ആരെങ്കിലും ചിലർ സമയമായിട്ടും പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് തിരിച്ച് പൈസ കളക്ട് ചെയ്യാനായിട്ട് ഇയാളുടെ കുറേ ആൾക്കാർ ചെല്ലും. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെ ഇയാളുടെ ആൾക്കാർ ഇതുപോലെ ഇയാൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ളവരെ വീട്ടിൽ ചെന്നിട്ട് അവരെ വിരട്ടുകയും അടിക്കുകയും പൈസ തിരിച്ച് ചോദിച്ചു വാങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു ജോലിയാണ് നമ്മുടെ ജാക്കിനിപ്പോൾ കൊടുക്കാനായിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നേരത്തെ അവർ എഗ്രി ചെയ്തിരുന്നതും. ആ സമയം മുത്തശ്ശി പ്ലീസ് ജാക്കിനെ വിട്ടേക്ക്, വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ കുക്കായിട്ടോ വീട് ക്ലീൻ ചെയ്യുന്ന ആളായിട്ടോ ഞാൻ വന്ന് വർക്ക് ചെയ്യാം, ജാക്ക് അവൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ ജീവിതം ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ സോറി, പക്ഷേ ജാക്കിന് മാത്രമേ ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് അവൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളെ വേണ്ടത് എന്നിങ്ങനെ പറയാണ്. ജാക്ക് ആ സമയം മുത്തശ്ശിയുടെ അടുത്ത് മുത്തശ്ശി വിഷമിക്കാതിരിക്കുക, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസിൻ്റെ അടുത്ത് ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവരെ എഗ്രിമെൻറ്റിൽ നമ്മുടെ ജാക്കിന്
പ്രിയപ്പെട്ട ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം കൂടെ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബോസിന്. അങ്ങനെ അവനാണെങ്കിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ആ ഒരു മോതിരം കൂടെ കൊടുക്കുന്നുണ്ട്. ആ മോതിരം ആരുടേതാണ്, എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടത്, അതൊന്നും ഇപ്പം തന്നെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു മോതിരവും കൂടെ കൊടുത്തിട്ട് ജാക്ക് അവരെ മുത്തശ്ശിയുടെ അടുത്ത് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോസിൻ്റെ വണ്ടിയിലേക്ക് കയറാനായി പോവാണ്. ഇതേസമയം ജോക്കറിനെ കാണിക്കുമ്പോൾ ജോക്കറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസുകാർ അവനെയും അവരുടെ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് പോവാണ്. അങ്ങനെ ജാക്കിനെ ബോസ് അയാളുടെ വണ്ടിയിലേക്ക് കയറ്റാണ്. ജോക്കറിനെ പോലീസുകാർ അവരുടെ ജീപ്പിലും കയറ്റുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ജാക്കായാലും ജോക്കറായാലും വിഷമിച്ച് അവർക്ക് കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഇതേസമയം ജോക്കറാണെങ്കിൽ ആ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിൽ നിന്നോടിങ്ങനെ ചെയ്തതിന് സോറി ജാക്ക്, ഞാൻ എന്തായാലും ഇതിന് നിന്നോട് ക്ഷമ ചോദിക്കാൻ വന്നിരിക്കും, എൻ്റെ പരമാവധി ശ്രമിച്ച് നിൻ്റേത് ഞാൻ സോറി വാങ്ങിച്ചിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ജോക്കർ കാരണം ജാക്കിന് ഈ ഒരു സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജോക്കർ ഇത്രയും വർഷം പോലീസുകാരുടെ കണ്ണിൽ പെടാതെ പിടിക്കപ്പെടാതിരുന്നിട്ട് ഇപ്പം തന്നെ സ്വയം സറണ്ടർ ആയത്. കാരണം അവൻ കാരണം മറ്റൊരാൾ വേദനിക്കുന്നത് അവൻ സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവൻ്റെ അടുത്ത് സോറി ചോദിച്ചിരിക്കും എന്ന് മനസ്സിൽ നമ്മുടെ ജോക്കർ വിചാരിക്കുന്ന സമയത്ത് ജാക്കിനെയും കാണിക്കുമ്പോൾ ജാക്ക് അവൻ്റെ മനസ്സിൽ നിന്നെ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല ജോക്കർ എന്ന് അവനും ഇങ്ങനെ പറയാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡോടെ എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ഈ സീരീസിൽ എന്താണ് അഭിപ്രായം തോന്നിയത് എന്നൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുക. സെക്കൻഡ് എപ്പിസോഡ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടായിരുന്നാലും ബൈ.